സർ, പിണറായി വിജയനുമായിട്ടുള്ള പ്രശ്നം എവിടെ നിന്നിട്ടാണ് തുടങ്ങുന്നത്? എനിക്ക് പിണറായി വിജയനായിട്ട് യാതൊരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് അറിയണം. കാരണം അദ്ദേഹം നുണ പറയാനായിട്ട് യാതൊരു മുഖമാറ്റവും ഇല്ലാതെ നുണ പറയുന്നതിൽ ഏറ്റവും വലിയ വിദഗ്ധനാണ് കേരളത്തിൽ. നോക്ക്, അദ്ദേഹം ഒരു 10 വർഷം മുമ്പ് 2016 മുന്നേ ചെയ്തിരിക്കുന്ന പ്രസംഗങ്ങളും ഇപ്പം ചെയ്യുന്ന പ്രസംഗങ്ങളും നോക്കുക, ഒരേ കാര്യത്തിൽ. ആ കാര്യത്തിൽ അദ്ദേഹം ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷെ അതിനൊരു മുഖമാറ്റം ഇല്ലാതെ, അതിനൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ദേഷ്യപ്പെട്ട് പത്രപ്രവർത്തകരെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കാത്ത ഒരാളായിട്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പിണറായി വിജയൻ, ഞാൻ ASP ആയിരിക്കുമ്പോൾ തലശ്ശേരിയിൽ കൂത്തുപറമ്പിൽ ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീനെ അറ്റാക്ക് ചെയ്ത അയാളുടെ പല്ല് അടിച്ചൊഴിച്ച കേസിലൊരു പ്രതിയായിരുന്നു. പിണറായി വിജയൻ. അങ്ങനെ ഒരു കാര്യം മാത്രമേ എനിക്ക് അന്ന് പിണറായി വിജയൻ ജില്ലാ തലത്തിലില്ല, അവിടെ താത്തി ലോവർ ലെവലിലേക്ക് താത്തിയിട്ടിരിക്കുന്ന, ശിക്ഷ കൊടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അതിനുശേഷമാണ് അവിടെ ME രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഇദ്ദേഹത്തിന് അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് വീണ്ടും തിരിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരികയും ചെയ്യുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആവുന്നതും VS അച്യുതാനന്ദൻ്റെ സഹായം കൊണ്ടാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹം VSൻ്റെ കാലുവെട്ടി കംപ്ലീറ്റ് പാർട്ടി കൈയടക്കി. പിന്നെ അദ്ദേഹത്തിന് ഇത് കൊണ്ടുവന്നു. അപ്പം അദ്ദേഹത്തിന് പിന്നെ പേഴ്സണലായിട്ട് എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് പിന്നെ ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ തലശ്ശേരിയിലുണ്ടായിരുന്ന കേസ് മാത്രം നോക്കിയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് പിണറായി വിജയനുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാക്കേണ്ട സന്ദർഭങ്ങളും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പോലീസിൽ ആക്ച്വലി കൂടുതൽ ജോലി ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹം 1997 മറ്റോ ആണ് പാർട്ടി സെക്രട്ടറി ആവുന്നത്. ചടയൻ ഗോവിന്ദൻ എന്ന് പറയുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മരിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുന്നത്. ആ ചടയൻ ഗോവിന്ദൻ്റെ മകൻ ഒരു ഹോട്ടലിൽ നടത്തി ജീവിക്കുന്ന ഫോട്ടോ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോഴും ഹോട്ടൽ നടത്തി ജീവിക്കുകയാണ്. അദ്ദേഹത്തിന് ദേശാഭിമാനിയിൽ ജോലി കൊടുത്തപ്പോൾ അതിനെ ക്രിറ്റിസൈസ് ചെയ്ത് അതിൻ്റെ പേരിലാണ് അദ്ദേഹം മകൻ അവിടെ നിന്ന് ജോലി മാറ്റി വിട്ടത്. അയാളൊരു ഹോട്ടൽ പലരുമായിട്ട് ചേർന്ന് ഒരു ഹോട്ടൽ നടത്തിയാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിൻ്റെ ആളാണ് ചടയൻ ഗോവിന്ദൻ. അദ്ദേഹം മരിച്ചപ്പോഴാണ് ഇദ്ദേഹം അതിൻ്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത്. പിന്നീട് ഒരു 10-17 വർഷത്തോളം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ട് തുടർന്ന് പോയിട്ടുള്ള ആ സാഹചര്യത്തിൽ പാർട്ടി മുഴുവൻ കൈയടക്കാൻ പറ്റി. VSനെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റി. അങ്ങനെ കഴിഞ്ഞ തവണ 2006-11 കാലഘട്ടത്തിൽ VS മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും കൺട്രോൾ മുഴുവൻ പിണറായി വിജയനായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം.